അന്നേരം പുലി വരുന്നുണ്ട്. പോയറമ്പിലേക്ക് ചാടി വെള്ളത്തില്. പുലി എവിടുന്ന വന്നേ? പുലി കാട്ടിന്ന്. കാട്ടിന്നാ വന്നേ. കാട്ടിന്ന് വന്നിട്ട് ഞാൻ പുള്ളിനോട് പറഞ്ഞു വെള്ളത്തിൽ കയറെ. അന്നേരം പുള്ളി പറയാം അത് മാന വെള്ളം കുടിക്കാൻ വന്നായിരിക്കുന്നു. ഞാൻ പറഞ്ഞു നിങ്ങൾ ശരിക്കൊന്ന് നോക്കിക്കേ. എന്നിട്ട് ഞങ്ങൾ ഓടി. ഇപ്പുറത്തെ ആടിനെ പിടിച്ചിട്ട് കളത്തിന് പിടിച്ചിട്ട് കടിച്ചു കൊന്നിട്ട് വെള്ളത്തിൽ കൂടെ കൊണ്ടുപോയി. ഇങ്ങനെയൊക്കെ കണ്ടിട്ടില്ല. ഞാൻ ആദ്യമായിട്ടാ ഞാൻ കാണുന്നേ. ആദ്യമായിട്ടാ ഞാൻ കാണുന്നത്. നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് കണ്ണൂർ ജില്ലയിലെ കേളാകം പഞ്ചായത്തിൽപ്പെട്ട ചിട്ടിയാമ്പറമ്പിനടുത്തുള്ള നരിക്കടവ് എന്ന് പറയുന്ന പ്രദേശത്താണ്. ഇന്നലെ ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് ഈ ഒരു പ്രദേശം നരിക്കടവ് പ്രദേശത്തുള്ള ഒരാടിനെ വന്യജീവി പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പുലിയാണെന്നാണ് എനിക്കിപ്പോൾ മനസ്സിലാകുന്നത്. ഏതായാലും നമ്മൾ ആ ഒരു പ്രദേശത്തേക്ക് പോവുകയാണ്. ഈ ഒരു പ്രദേശത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആനമതിലിനോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശമാണ്. നമുക്കറിയാം ആറളം വന്യജീവി സങ്കേതത്തിൽ നിന്ന് ഇറങ്ങുന്ന വന്യമൃഗങ്ങളിൽ നിന്ന് ജനവാസ മേഖലയെ, പ്രത്യേകിച്ച് കാട്ടാനകളിൽ നിന്ന് ജനവാസ മേഖലയെ സംരക്ഷിക്കാനായിട്ട് നിർമ്മിച്ച ഒരു ആനമതിലാണ്. ആ ഒരു മതിലിൻ്റെ ഏറ്റവും അടുത്തുള്ള ഒരു പ്രദേശമാണ് നരിക്കടവ് എന്ന് പറയുന്നത്. നമ്മൾ ഏതായാലും ഇപ്പം അങ്ങോട്ടാണ് പോകുന്നത്. എന്നിട്ട് അവിടെ ഉള്ള ആളുകളെ കാണാനായിട്ട് പോവുകയാണ്. എന്താണ് അവിടെ സംഭവിച്ചതെന്നൊന്ന് ചോദിച്ച് അറിയാനായിട്ടുള്ള ശ്രമമാണ് കേട്ടോ. നമ്മളിപ്പോൾ ഏതായാലും ആ ഒരു പ്രദേശത്തുണ്ട്. ചേച്ചിയുടെ പേരെങ്ങനെയാ? എൻ്റെ പേര് ചാന്ത. ഈ സ്ഥലം നരിക്കട കോളനി. ഇന്നലെ എത്ര മണിയായപ്പോഴാണ് സംഭവം നടന്നേ? ഇന്നലെ 3 മണിയായപ്പോൾ. 3 മണിയാ, ഉച്ചകഴിഞ്ഞ് 3 മണിയായപ്പോൾ അല്ലേ? എവിടുന്നാ സംഭവം നടന്നേ? നമ്മൾ അന്തരിച്ചോട്ടൻ്റെ പറമ്പ് പോയറമ്പില്. അത് ഇവിടുന്ന് എത്ര ദൂരമുണ്ട്? കുറെ ദൂരമുണ്ട്. ആണല്ലേ? അവിടെയൊക്കെ വീടുകളുള്ള പ്രദേശമാണോ? വീടൊക്കെ ഉണ്ട്. ആണല്ലേ? പക്ഷെ പോയറമ്പില് അപ്പുറത്തല്ല, ഇപ്പുറത്തുള്ള. എന്നിട്ട് ഞങ്ങൾ അവിടുന്ന് കുളിച്ചില്ല. കുളിക്കാൻ വരാൻ ഞങ്ങൾ ഇവിടെ വന്നേ കുളിക്കുള്ളൂ. എന്നിട്ട് ആടിനെയും കൊണ്ട് 3 മണിയായപ്പോ താഴത്തേക്ക് ഇറങ്ങി. അന്നേരം പുലി വരുന്നുണ്ട്. പോയറമ്പിലേക്ക് ചാടി വെള്ളത്തില്. പുലി എവിടുന്ന വന്നേ? പുലി കാട്ടിന്ന്. കാട്ടിന്നാ വന്നേ. കാട്ടിന്ന് വന്നിട്ട് ഞാൻ പുള്ളിനോട് പറഞ്ഞു വെള്ളത്തിൽ കയറെ. അന്നേരം പുള്ളി പറയാം അത് മാന വെള്ളം കുടിക്കാൻ വന്നായിരിക്കുന്നു. ഞാൻ പറഞ്ഞു നിങ്ങൾ ശരിക്കൊന്ന് നോക്കിക്കേ. എന്നിട്ട് ഞങ്ങൾ ഓടിച്ച് ഇപ്പുറത്തെ ആടിനെ പിടിച്ചിട്ട് കളത്തിന് പിടിച്ചിട്ട് കടിച്ചു കൊന്നിട്ട് വെള്ളത്തിൽ കൂടെ കൊണ്ടുപോയി. വലിച്ചോണ്ട് പോയി. എന്നിട്ട് ഞങ്ങൾ കല്ല് വെച്ചെറിഞ്ഞു. ആ പുലിനല്ല, വെള്ളത്തിലേക്ക് എറിഞ്ഞു. വെള്ളത്തിൽ എറിഞ്ഞപ്പോ പുലി ആടിനെ വിട്ടു. എന്നിട്ട് കാട്ടിലേക്ക് കയറി. കയറിയപ്പോ ഞാൻ എന്റെ ബാക്കിയുള്ള ആടിനെ ഈ ചേട്ടന്മാർ പറമ്പിൽ കൂടെ കയറിച്ച് ആ പൈപ്പിന്റെ ഉള്ളിൽ കൂടി കയറ്റിട്ട് ഇതിലൂടെ കൊണ്ടുവന്നു. എന്നിട്ട് ആ പിടിച്ച ആടിനെ ഞാൻ നോക്കിയില്ല. ഈ ചിങ്ങള് കൊണ്ടുവരണ്ടേ. എന്നിട്ട് ഭർത്താവിനെ അവിടെ ആക്കിയിട്ട് ഞാനിങ്ങ് പോന്നു. ആടിനെയും കൊണ്ടു ഈ ചേട്ടന്മാരെ കൂടെ പറമ്പിൽ കൂടെ കൊണ്ടുവന്നിട്ട്. എന്നിട്ടാ ഞാൻ ഇവരെല്ലാം അറിയുന്നേ. അപ്പൊ തന്നെ ചത്തു. എത്ര ആടുകളുണ്ട് നിങ്ങക്ക്? ഇതല്ല ഇപ്പൊ കുറച്ച്. ഒന്നിനെ മുട്ടനെ പിടിച്ചേ. ഒരു 1.5 വയസ്സുണ്ട്. 1.5 വയസ്സുണ്ട്. എന്നിട്ട് ഞങ്ങളിങ്ങ് പോന്നു കുളിച്ചിട്ട്. അപ്പൊ ഇവരെ പറഞ്ഞു നിങ്ങൾ ചെന്ന ബോഡി എടുത്തിട്ട് വരാം. നമ്മൾ സാർമാരെ വിളിക്കല്ലോ ഇവിടെ കൊണ്ടുവന്നു. അന്നേരം തന്നെ വിളിച്ചു. എന്നിട്ട് എല്ലാരും വന്നു. അവരടുത്തും പറഞ്ഞ ആ കാര്യം. ഇതിപ്പോ മതിലിന്റെ അപ്പുറത്തായതുകൊണ്ട് ഫോട്ടോമാട്ട് ചെയ്തിട്ട് കൊണ്ടുവന്നു തരാന്ന് പറഞ്ഞു. അതിന്റെ പേപ്പർ കൊണ്ടു തരാന്ന് പറഞ്ഞു. ആടിന്റെ ഫോട്ടോമാട്ട് ചെയ്ത് അതിന്റെ കൊണ്ടുതരാൻ പറഞ്ഞു. നട്ടപരിഹാരം തരാൻ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഇന്ന് രാവിലെ വന്നിട്ട് സാർമാര് പോയി ആടിന് ഞങ്ങൾക്ക് കൊണ്ടു തന്നായിരുന്നു. ഞങ്ങൾ അവിടെ വെച്ചിട്ട് ആടിന് സ്ഥിരമായിട്ട് ഇങ്ങനെ ആട് വളർത്തുക തന്നെയാണോ? ഇത് എന്റെ അമ്മയൊക്കെ കിട്ടിയതാ ആടാ. മറ്റേ പഞ്ചായത്തിൽ നിന്ന് കിട്ടിയതാ. അതിന് കമ്മലൊക്കെ ഉണ്ടായിരുന്നു. അതിന്റെ അത് തള്ള ചത്തുപോയി. അതിന്റെ അത് തള്ള ചത്തപ്പോ അതിന്റെ കുഞ്ഞാ അത്. ഈ ഒരു കുഞ്ഞ് ഉണ്ടായിരുന്നു. അതിന്റെ കുഞ്ഞുങ്ങളൊക്കെ ഇത് ഞങ്ങൾ ഇപ്പൊ ഉണ്ടാക്കിയത്. അത് ഓർമ്മ ഉണ്ടായിരുന്നു. മരിച്ചുപോയ തള്ളേന്റെ കുഞ്ഞാ ഇത്. ആ കുഞ്ഞിന്റെ പിള്ളേരൊക്കെ ഇത്. അങ്ങനെ ഞാൻ ഈ ആട്ടിന് ചേട്ടന്മാരെ പറമ്പിൽ കൂടെ കൊണ്ടുപോയിട്ട് ചവറൊക്കെ പിലാന്റെ ചപ്പൊക്കെ കൊണ്ടുവന്നിട്ട് ഈച്ചിങ്ങൾ ഇത്രയും ആക്കിയത്. എല്ലാ ചേട്ടന്മാരും ചോദിച്ചാൽ തരും ചപ്പും.
ഇവിടെ ഇവിടെ പുഴയറമ്പിലൊക്കെ എങ്ങനെ തീറ്റിക്കാൻ കൊണ്ടുപോകുമ്പോൾ ഇതിന് മുന്നേ ഇങ്ങനെ പുലിയൊക്കെ കണ്ടിട്ടുണ്ടോ? ഇല്ല, ഇങ്ങനൊക്കെ കണ്ടിട്ടില്ല. ഞാൻ ആദ്യമായിട്ടാ ഞാൻ കാണുന്നേ. ആദ്യമായിട്ടാ ഞാൻ കാണുന്നേ. ഇത്രയും പൊക്കം ഉണ്ട്, ഇത്ര നീളം ഉണ്ട്. പുള്ളിയൊക്കെ ഉള്ള പുള്ളിയൊക്കെ ഉള്ള. ഈ പുള്ളിനോട് ഞാൻ പറഞ്ഞതാ, അത് മാനൊന്നല്ല, പുലിയാന്ന്. പുള്ളിനെ പിടിക്കാൻ സുഖമായിരുന്നു. പുള്ളിന്റെ അരിയെ കൂടിയാ വന്നേ. പക്ഷെ പുള്ളിനല്ല നോക്കിയത്, ഈ ആടിനെ നിച്ചം വെച്ചാൻ വന്നേ. പിന്നെ ഞങ്ങള് വേഗം പെട്ടെന്ന് ഇങ്ങോട്ട് പോന്നു. നിങ്ങളുടെയൊക്കെ വീട് ഏത് ഭാഗത്തായിട്ടാ? ഇത് തന്നെ ഞങ്ങൾ നരിക്കട കോളനി ഇവിടെ ആയിട്ട് വരെ താമസിക്കുന്നത്. ഇതിന്റെ തൊട്ട് ഇവിടെ തന്നെ ആനമതിലാണ്. ഇത് ആനമതില് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിന് മുന്നേ. ആറളം മുതൽ ഏകദേശം രാമച്ചി വരെയുള്ള പ്രദേശങ്ങളുള്ള ഒരു ആനമതിലാണിത്. 10-13 കിലോമീറ്റർ ഉണ്ട്. ആനമതിലുള്ളതാണ്. ഇപ്പം ആനകളൊന്നും ഇപ്പുറത്തോട്ട് കയറാത്തത് കേട്ടോ. ഇപ്പം ഈ ആനകളൊക്കെ ഇപ്പുറത്ത് വരുമായിരിക്കും അല്ലേ? ആന കഴിഞ്ഞ പ്രാവശ്യം ഇതിന്റെ അകത്ത് ചാടിയായിരുന്നു. മുകളിൽ കൂടെ ചാടി ഇതിലൂടെ. എന്നിട്ട് ഇതിലെ ചാടിയ എന്നിട്ട് ഞങ്ങള് സാർമാരെ വിളിച്ചിട്ട് അവര് പിന്നെ ഓടിച്ചു വിട്ടു. ഇതിലെ ചാടിയല്ലേ? ഇതിലെ ചാടിയതാ. ഞങ്ങളാരും അറിഞ്ഞില്ല. അവരാരോ വിളിച്ചിട്ട്. അതെന്നാ സംഭവം? അത് കൊറേ ദിവസമായി. കൊറേ ദിവസം കഴിഞ്ഞു. പൊതുവെ എന്നാലും ഇത് വന്നതിന് ശേഷം കുറെ സമാധാനം ഉണ്ട് അല്ലേ? അതെ. അല്ലെങ്കിൽ വല്ലാണ്ട് ആന വരുന്ന പ്രദേശമായിരുന്നു. ഇപ്പം കാണുന്നില്ല ആന. ഇപ്പൊ ഇവിടെ മേളിലൊക്കെ ഇറങ്ങും തോന്നുന്നു. പിന്നെ അവിടെ ആരും ഇല്ലാത്ത കൊണ്ട് ചേട്ടന്മാര് മാത്രമേ ഉള്ളൂ. ആനകൾ വന്നാലും ഇവിടെ വന്നിട്ട് ഇവിടെ ഈ ഓട തിന്നിട്ട് പോകും. ഇവിടുത്തെ ഓടൊക്കെ തിന്നിട്ട് പോകും. വലിയ പൊക്കമുള്ള ആന മാത്രം ഇങ്ങോട്ട് ചാടുള്ളൂ. കുഞ്ഞുങ്ങളൊന്നും ചാടില്ല. കടുവയൊക്കെ കണ്ടിട്ടുണ്ടോ അവിടുന്ന്? കടുവനെ കണ്ടില്ല, പുലിനെ കണ്ടു. പുലിനെ കണ്ടിട്ടുണ്ട്. ഇവിടെ ഒത്തിരി പേരുണ്ടോ ആടുകളെ വളർത്തുന്നവര്? ഞങ്ങൾ 3 കൂട്ടം ഉള്ളൂ. എല്ലാരും പുഴയറമ്പിലൊക്കെ. എന്റെ ഭർത്താവിന്റെ പെങ്ങളെ അടുത്തുണ്ട് ആട്. പിന്നെ മേളി എന്റെ ആങ്ങളുടെ മോന്റെ അടുത്തും ഉണ്ട്. പിന്നെ എന്റെ അടുത്തും. അത്രേ ഉള്ളൂ. ഞങ്ങൾ 3 കൂട്ടം മാറേ ഉള്ളൂ. പുഴയറമ്പില് നല്ല പുല്ലൊക്കെ ഉള്ളതുകൊണ്ട് അതായിരിക്കും എളുപ്പല്ലേ? ഇപ്പൊ ഇന്ന് അങ്ങോട്ട് കൊണ്ടുപോയില്ല. അവിടെ നല്ല പുലി പിടിച്ചേ. അതിന്റെ പാടൊക്കെ ഞങ്ങൾ കൊണ്ട് കാണിച്ചു കൊടുത്തു. കൊണ്ട് കാണിച്ചു കൊടുത്തു കാൽപ്പാടൊക്കെ. നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണുന്ന പോലെ തന്നെ ആനമതിൻ്റെ തൊട്ടപ്പുറത്തെ സൈഡിൽ ഇതേപോലെ ആടുകളെ ഇവർ തീറ്റുന്നുണ്ട് കേട്ടോ. ഇതേപോലെ ഇഷ്ടംപോലെ ആടുകൾ ഇവിടെ നിൽക്കുന്നതാണ്. പല ആളുകളുടെ ആടുകളാണ്. ഇവിടെ ഉണ്ട്. കുറേ ദൂരത്തേക്ക് നോക്കി അവിടെയുണ്ട്. ആ പാറയുടെ അവിടെ നോക്കി അവിടെയുണ്ട്. ഈ ഭാഗത്തൊക്കെ ഇഷ്ടംപോലെ ആടുകളുണ്ട് കേട്ടോ. ഇതേപോലെയാണ് ഇവർ ആടുകളെ തീറ്റുന്നത്. ഇവിടെ നല്ല പുഴയറമ്പായതുകൊണ്ട് നല്ല തീറ്റ സൗകര്യമൊക്കെ ഉണ്ട്. പക്ഷേ ഇതിൻ്റെ തൊട്ട് ഇപ്പുറം എന്ന് പറയുന്നത് ആറളം വന്യജീവി സങ്കേതമാണ്. സ്വാഭാവികമായിട്ടും അവിടുന്ന് മൃഗങ്ങൾ രാത്രിയൊക്കെ ഫുൾ ആനയാണെന്ന് പറയുന്നത്. ആനമതിൽ വന്നതുകൊണ്ടാണ് ഇവിടെ ഇച്ചിരിയെങ്കിലും ഒരാശ്വാസമുള്ളത്. നമുക്കിവിടെ ഒക്കെ പാടൊക്കെ കാണുക. ആന കുത്തിയതായിരിക്കണം എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കല്ലൊക്കെ മാറിക്കിടക്കുന്നത്. അപ്പോൾ ഏതായാലും ആനമതിൽ ഉള്ളതുകൊണ്ട് ഇപ്പോൾ ആനയുടെ ശല്യമൊക്കെ കുറവുണ്ട്. പക്ഷേ അതിൻ്റെ ഇപ്പുറത്തെ സൈഡിലാണ് ഈ സംഭവം നടന്നത് കേട്ടോ. ഏതായാലും ഫോറസ്റ്റ് അടുത്തുള്ളതുകൊണ്ട് സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എന്തായാലും ഇവർക്കുണ്ടാകും കേട്ടോ. ഇപ്പോൾ നമ്മൾ ഏതായാലും അവർ പറഞ്ഞ കാര്യങ്ങൾ കേട്ടു. അതേപോലെ തന്നെ ആ ഒരു പ്രദേശവും നമ്മൾ കണ്ടു. നമുക്ക് അങ്ങോട്ട് ഇറങ്ങാനായിട്ട് സാധിക്കില്ല. കാരണം അത് വന്യജീവി സങ്കേതവുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലമാണ്. അങ്ങോട്ട് നമുക്ക് പ്രവേശനം ഇല്ല. അതുകൊണ്ട് നമ്മൾ ഇപ്പുറം നിന്ന് ഒരു സ്ഥലം കാണുകയായിരുന്നു. ആടിനെ പിടിച്ചിരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് വന്യജീവി സങ്കേതത്തിൽപ്പെട്ട പ്രദേശത്താണ്. തോടിൻ്റെ അപ്പുറത്തുള്ള ആ ഒരു കല്ലും കൂട്ടത്തിൽ നിന്നാണ് ആടിനെ പിടിച്ചത്. മതിലിൻ്റെ ഇപ്പുറത്തായിരുന്നെങ്കിൽ നമുക്ക് അത് ജനവാസ മേഖലയിൽ ഇറങ്ങിയതായിട്ട് നമുക്ക് കാണാമായിരുന്നു. പക്ഷേ ഇത് വന്യജീവി സങ്കേതത്തിൽ തന്നെ പെട്ട ഒരു പ്രദേശമായതുകൊണ്ട് തന്നെ അത്തരം സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ കുറച്ചും കൂടെ ശ്രദ്ധിക്കുക എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. ഏതായാലും അവരുടെ ആടിനെ പിടിച്ചിരിക്കുകയാണ്. വന്യജീവി സങ്കേതമാകുമ്പോൾ അവിടെ മൃഗങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എല്ലാ തരത്തിലുള്ള മൃഗങ്ങളും ഉണ്ടാവും. പ്രത്യേകിച്ച് നമ്മളിപ്പോൾ കേട്ടാണ് ആനയൊക്കെ വൈകിട്ടാകുമ്പോൾ ഒരു 7 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഈ മതിലിൻ്റെ അപ്പുറത്തൊക്കെ വന്ന് വെള്ളം കുടിക്കാനൊക്കെ ആയിട്ട് വരുന്നതാണ്. ആന മാത്രമല്ല സകല ജീവികളും. അപ്പോൾ സ്വാഭാവികമായിട്ടും വന്യജീവികളുള്ള ഒരു പ്രദേശം തന്നെയാണ്. അപ്പോൾ ഇത്തരം സ്ഥലങ്ങളിലൊക്കെ ആട് മേയ്ക്കാൻ പോകുമ്പോൾ ശ്രദ്ധിക്കുക എന്ന് മാത്രമേ നമുക്കൊക്കെ പറയാനുള്ളൂ. അവർക്ക് നഷ്ടപ്പെട്ടത് തന്നെയാണ്. അതിനുള്ള നഷ്ടപരിഹാരം അവർക്ക് കിട്ടും എന്നുള്ളതാണ് ഇപ്പോൾ അവർ നമ്മോട് പറഞ്ഞത്. ഇതാണ് നമ്മളവിടെ ചെന്നപ്പോൾ കണ്ടൊരു കാഴ്ച കേട്ടോ. ഞാൻ ആദ്യം വിചാരിച്ചു അതിൻ്റെ ഇപ്പുറത്ത് വെച്ചാൽ സംഭവിച്ചത് എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങോട്ട് പോയത്. പക്ഷേ അല്ല, അതിനപ്പുറത്താണ് സംഭവിച്ചത്. ഏതായാലും ഇത്രയൊക്കെയാണ് നമുക്ക് ഈ വീഡിയോയിലൂടെ കാണിക്കാനുള്ളത്. അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു.